നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേ എൻ്റെ ജോലി ഇവിടെ ആരംഭിക്കുകയായി. അപ്പോഴേ ഇന്ന് 2-3 പൊതിച്ചോറ് കെട്ടിക്കൊടുക്കണം. അപ്പോഴേ അതിന് വേണ്ടി രാവിലെ ഒരു 5:30 ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പം കഞ്ഞിക്ക് വെള്ളം വെച്ച് അരിയൊക്കെ കഴുകി അടുക്കളയിലേക്ക് ഇടുകയാണ്. അപ്പോഴേ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് 2-3 പൊതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പം DYFI പിള്ളേർ ഇങ്ങനെ കൊടുക്കാറ് പതിവുണ്ട്. അപ്പോൾ നമ്മളും ഇവിടെ എല്ലാ വർഷവും ഇതിപ്പം ഈ വർഷം പിറന്നേ പിന്നെ 3ാമത്തെ ട്രിപ്പാണ് ഞാൻ ചോറ് കൊടുക്കുന്നത്. കൊടുത്തോണ്ട് പറയുകയല്ല, ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞതാണ്. ഇപ്പം ഉത്രാടത്തിൻ്റെ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പം എനിക്ക് നല്ല തിരക്കും ഉണ്ട് ഇന്ന്. എല്ലാം കൊണ്ടും വീട്ടിലാണെങ്കിൽ സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകണം. അധികം ഒരുക്കമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരുങ്ങാനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ആ തിരക്കിനിടയിൽ ഇതുകൂടാകുമ്പോൾ എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടാണെങ്കിലും സാരമില്ല. ഒരു വയറ് ചോറ് ചോദിച്ചതല്ലേ, അപ്പം കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോഴിവിടെ രാവിലെ വെളുപ്പിനെ തൊട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. തുള്ളി തോർന്നിട്ടില്ല, ഭയങ്കര മഴയാണ്. ഇപ്പോഴേ ചെയ്യുന്ന മഴ ചെയ്യുന്ന കണ്ണമഴ എന്നൊക്കെ കാറ്റാക്കിയാണ് കേട്ടോ. അല്ലേ, എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ ഓരോ പ്രോബ്ലങ്ങൾ. അപ്പോഴേ നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം പിന്നെ തോരൻ വയ്ക്കുന്നത് പയറുണ്ടായിരുന്നു, പയറും ബീൻസും ഉണ്ടായിരുന്നു. അപ്പോഴേ ബീൻസും പയറും കൂടെ തോരൻ വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആദ്യം മണ്ടയും അതിൻ്റെ വാലും തുമ്പും എല്ലാം കൂടെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കുകയാണ്. അപ്പോഴേ പയറിൻ്റെ അകത്ത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരിക്കുവാണ്. അപ്പോഴേ ഇതിൻ്റെ അകത്തെ കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകട്ടെ എന്ന് വിചാരിച്ച്, എല്ലാവരും ചെയ്യുന്നതാണല്ലോ അങ്ങനെയൊക്കെ, അതുപോലെ ഞാനും ചെയ്യുകയാണ്. അപ്പോഴേ സാധാരണ ഞാൻ വീട്ടിലേക്ക് മാത്രം തോരൻ വയ്ക്കുകയാണെങ്കിൽ ഞാൻ തേങ്ങ, പച്ചമുളക്, ചുമന്നുള്ളി അല്ലെങ്കിൽ സവാള ഉള്ളി ഇതൊക്കെ അരിഞ്ഞിട്ട് തേങ്ങയിട്ട് അങ്ങ് തോരൻ വയ്ക്കുകയാണ് പതിവ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്. ഈ പക്ഷേ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചതച്ചിട്ട് മാത്രമേ തോരൻ വയ്ക്കാറുള്ളൂ. കാരണം വല്ലവർക്കും കൊടുക്കേണ്ടതല്ലേ. അപ്പോഴേ ഞാനിങ്ങനെയാണ് എപ്പോഴേ പയർ തോരൻ വയ്ക്കുന്നത്. പച്ചമുളക്, തേങ്ങ, ചുമന്നുള്ളി, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചിട്ട് പയറിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആണ് തോരൻ വയ്ക്കുന്നത്. അപ്പോഴേ നമുക്ക് തോരൻ വയ്ക്കാൻ പോവാം. ഞാൻ ചതച്ചിട്ട് പയറിലേക്ക് കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തോരൻ വയ്ക്കാം. അപ്പോഴേ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ പയറക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സ്വല്പം വെള്ളമയം കൂടെ തളിച്ചിട്ട് ഞാൻ അടച്ച് വയ്ക്കുകയാണ്. അപ്പോഴേ ചെറിയ തീയിലിരുന്ന് വേകട്ടെ. അപ്പോഴേ ബാക്കിയുള്ള ജോലിയിലേക്ക് പോകാം. ഇവിടെ ഞാൻ തോരൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ജോലിയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മത്തി വാങ്ങിച്ചിരുന്നേ. അപ്പം മത്തി ആ മീൻകാരൻ തന്നെ വെട്ടി തന്നിരുന്നേ. അപ്പോഴേ ഇവിടെ കൊണ്ടുവന്ന് അത് അവിടെ വെച്ചേക്കുമായിരുന്നു. അപ്പോഴും ഞാനോർത്തു ഒന്ന് തോരൻ വയ്ക്കാം, ആ തോരനൂടെ സ്വല്പം പൊതുക്കി വെച്ചേക്കാം. അപ്പോഴേ അതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ എല്ലാം വെട്ടിയിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ചെതുമ്പലൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ. ഒന്നുകൂടെയൊക്കെ ഞാനൊന്ന് അതിനെ ഒന്ന് വെട്ടി ശുദ്ധീകരിച്ചൊക്കെ എടുക്കുകയാണ്. അപ്പം തല വെച്ചിട്ടുണ്ട്. തല വേണോ വേണ്ടയോ എന്നുള്ള ആലോചനയാണ്, എന്നാലും കിടക്കട്ടെ. അപ്പോൾ ഞാൻ അതൊന്ന് വെട്ടിയെടുക്കാം. അതിനുശേഷം വീണ്ടും കാണാം. ഇപ്പോഴും മഴയൊന്നും ശമിച്ചിട്ടില്ല, മഴ തുടരുകയാണ്, മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേ നാളത്തെ സ്ഥിതി എന്തോ ആയിരിക്കും? ഓണത്തിൻ്റെ ദിവസം നല്ല മഴയായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇന്നേ ഈ മഴ തുടങ്ങിയ പിന്നെ നാളത്തെ കാര്യം പറയാനുണ്ടോ? കൂട്ടുകാരെ, നിങ്ങളുടെ അവിടെയൊക്കെ ഈ ഉത്രാട ദിവസം മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്.
അപ്പോഴേ നാളെയും നല്ല മഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ല മഴക്കോളുണ്ട് ഇവിടെ. മഴ തുടരട്ടെ, മഴ പെയ്യട്ടെ, അതെന്തെങ്കിലും നിൽക്കുമ്പോൾ നിൽക്കട്ടെ. അല്ലാതെ ഇപ്പം മനുഷ്യർക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇപ്പോഴേ ഈ മീനൊക്കെ ഞാൻ ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ്. എല്ലാം മുഴുവനെ ഇങ്ങനെ ഇട്ട് തോരൻ വയ്ക്കുന്നില്ല. അത് ഞാൻ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല മുഴുവനെ ഇടുന്നത്. അന്നേരം അമ്മ പറയും പല്ലി കിടക്കുന്നു, അരണ കിടക്കുന്നു എന്നൊക്കെ പറയും തോരൻ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ. നമ്മളെ കൂടെ കൂട്ടിക്കത്തില്ല. ഇപ്പോഴേ ഞാൻ കുറച്ച് മുളക് അരിഞ്ഞിടുകയാണ്. കുറച്ച് മുളക് മറ്റുള്ള സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് മീൻ തോരന്. അപ്പോൾ ഇവിടെ ഞാൻ മുളക് അരിഞ്ഞിട്ടു, ഇഞ്ചി അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ നമ്മുടെ തേങ്ങാക്കൂട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതരിഞ്ഞിട്ട് ആ കൂട്ടോട് ഇട്ടിളക്കി വെളിച്ചെണ്ണയും ഒഴിച്ച് മീൻ കഷ്ണങ്ങളൂടെ വാരിയിട്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പയിൽ വെക്കുകയാണ്. അപ്പോഴേ മീൻ തോരന് നല്ല കോമ്പിനേഷനാണല്ലോ സാമ്പാർ. ഞാനതുകൊണ്ട് സാമ്പാർ വെച്ചിട്ടുണ്ട്. അപ്പോഴേ സാമ്പാർ പൊതിക്ക് കൊടുത്തിടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ചമ്മന്തി വറുത്ത് അരയ്ക്കാൻ നോക്കും. അതായത് അങ്ങ് ഒത്തിരി വറുത്ത് പോയാൽ അങ്ങ് പൊടിഞ്ഞിരിക്കും. അതൊന്ന് കുഴമ്പം വരെ നമുക്ക് കൈകൊണ്ട് ഉരുട്ടാവുന്ന പരുവത്തിലുള്ള ചമ്മന്തി തയ്യാറാക്കണം. എങ്കിലും കേടാവുകയും അരുത്. കാരണം അവർ ഉച്ചയ്ക്കല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ഇവിടുന്ന് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കിന് പല ദേശത്ത് കൊണ്ടുപോകുന്നതല്ലേ. അപ്പോൾ പിന്നെ അത് ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്തോണ്ടോ ഒരു പ്രയോജനമില്ല. അപ്പോഴും ഞാൻ ഓർത്തു ചമ്മന്തി പിന്നെ വറുത്ത് പൊടിക്കാവുന്നു. അപ്പം നമ്മുടെ തോരനൊക്കെ നല്ല തയ്യാറാക്കി വെച്ചിരുന്നു. പിന്നെ ഞാനൊരു ചായ അനത്തുകയാണ് കേട്ടോ. ചായ കുടിച്ചില്ലായിരുന്നു ഇതുവരെയായിട്ടും. പിന്നെ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വയ്ക്കാൻ നിർത്തും. അപ്പം തോരനും ഇത് രണ്ട് തോരനും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതല്ലേ, അവർ കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അവർ നമ്മളെക്കുറിച്ച് എന്തോ വിചാരിക്കും. അപ്പോഴേ ഓർത്തു ഒരു മെഴുക്ക് പുരട്ടിയോടെ വയ്ക്കുക എന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വയ്ക്കുകയാണ്. പിന്നെ ചിലർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. മനുഷ്യരുടെ ഇഷ്ടമൊന്നും ഞാൻ നോക്കുന്നില്ല. വിശപ്പാകുമ്പം ഇഷ്ടമൊന്നും ആരും നോക്കത്തില്ല. വിശപ്പുണ്ടോ എന്താഹാരവും കഴിക്കും. അപ്പോൾ അവർ ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ, അല്ല എങ്കിൽ അത് കളയട്ടെ. അല്ലാതെ എന്താ ചെയ്യാനാണ്. ഞാൻ എന്തായാലും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. കാരണം 10:45 എനിക്ക് ഇത് തയ്യാറാക്കി കൊടുത്തിരിക്കണം താനും. അത്രയും സമയത്തിനുള്ളിൽ എനിക്ക് ഈ മെഴുക്ക് പുരട്ടി വെക്കണം. ഇനി ചമ്മന്തി വറുത്ത് പൊടിക്കാനുണ്ട്, വറുത്ത് പൊടിക്കുകയല്ല വറുത്തരയ്ക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ധൃതിപ്പണിയിലാണ്. ഇപ്പോഴേ മെഴുക്ക് പുരട്ടി അങ്ങോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം കൂടെ പുരട്ടി അങ്ങോട്ട് വെച്ചിരുന്നു. പച്ചമുളക് അരിഞ്ഞിട്ട് പുരട്ടിയല്ല വെച്ചിരിക്കുന്നത്, പച്ചമുളക് അരിഞ്ഞിട്ടു. അപ്പോഴേ ഇതെല്ലാം കൂടെ എണ്ണ ചൂടായപ്പോൾ എണ്ണയിലേക്ക് ഇടുകയാണ്. പിന്നീട് ഞാൻ ഒരു കളറിന് വേണ്ടി സ്വല്പം മുളക് പൊടിയോട് ചേർക്കുന്നുണ്ട്. ഇപ്പോഴിത്രേ അങ്ങോട്ട് ചേർത്ത് ചെറു തീയിൽ അങ്ങോട്ട് അടച്ച് വയ്ക്കുക. ഇതൊന്ന് വേഗത്തെ വെന്ത് ഒന്ന് സെറ്റായി കഴിയുന്നതിന് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരണ്ടേ, അതായത് മൊരിഞ്ഞ് വരണ്ടേ. ഇവിടെ മൂക്കുക എന്നൊക്കെ പറയും കേട്ടോ. അത് ചില നാട്ടിലെ അങ്ങനത്തെ ഭാഷയൊന്നും അവർക്കൊക്കെ അത് ചിരിയായിരിക്കും, നിങ്ങൾക്കൊക്കെ അത് ചിരിയായിരിക്കും അല്ലേ. പക്ഷേ ഇവിടുത്തെ ഭാഷയൊക്കെ ഇങ്ങനെ. ചിലയിടത്ത് തോരൻ ഉപ്പേരി എന്നല്ലേ പറയുന്നത്. ഇവിടെയാണ് ഈ തേങ്ങ ഇട്ട് ഇങ്ങനെ നനവോടുകൂടി വെക്കുന്നതിനൊക്കെ പറയുന്നത് തോരൻ എന്നാണ് പറയുന്നത്. ഉപ്പേരി എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? വാഴയ്ക്ക ചിപ്സ് ഉണ്ടല്ലോ, അതിനാണ് ഇവിടെ ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വറ്റൽമുളകും തേങ്ങയും പുളി ഉപ്പ് ഇഞ്ചി ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് വറുക്കുകയാണ്. കറിവേപ്പില ഇടേണ്ടതാണ്. കറിവേപ്പില എടുക്കാൻ വലിയ മരമായി ഇവിടെ കുറേ നിപ്പുണ്ട്, നമ്മുടെ പറമ്പിൽ നിപ്പുണ്ട്. ഈ മഴയത്തെ എടുക്കാൻ മടിയാണ്. അതുകൊണ്ട് കറിവേപ്പില ഇടാതാണ് ഇന്ന് ചമ്മന്തി തയ്യാറാക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിക്കും ഇളക്കി അതൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മുളക് പൊടി സ്വല്പം ഇട്ടു, പച്ചമുളക് ഇട്ടതാണ്. ഇനി എരിവ് കൂട്ടുന്നവരാണോ കൂട്ടാത്തവരാണോ എന്ന് അറിയാൻ പറ്റുമോ? അതിന് ഞാൻ സ്വല്പം പച്ചമുളക് ഇട്ടിട്ട്, സ്വല്പം പച്ചമുളകല്ല, പച്ചമുളക് എരിക്കുള്ളത് ഇട്ടു,
സ്വല്പം മുളക് പൊടി കൂടി ഇട്ടതാണ് ഒരു കളറിന് വേണ്ടി. അപ്പോഴേ അത് റെഡി ആയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അപ്പോഴേ നമ്മുടെ തേങ്ങ ഇച്ചിരി കൂടെ ഒന്ന് ചുമക്കാനുണ്ട്. ഒന്ന് ചുമന്ന് കഴിഞ്ഞ ശേഷം ഇത് വാങ്ങി വയ്ക്കുക. കൂടുതൽ ചുമന്ന് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുമേ, പൊടിക്കാനല്ല, അരച്ച് ഉരുട്ടിയെടുക്കാനും. അങ്ങനെയാണ് ഞാൻ ഈ ചമ്മന്തി അരയ്ക്കാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് ഓഫാക്കട്ടെ. അപ്പോൾ ഇനി തണുത്തിന് ശേഷമല്ല ഉള്ളൂ ചമ്മന്തി പൊടിക്കാൻ പറ്റുമോ, പൊടിക്കുക എന്നാൽ പിന്നെയും പറയുന്നത്, അരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു, അരച്ചുരുട്ടി എടുത്തു വെച്ചു. ഇനിയും ഇല കണ്ടിക്കാൻ പോകണം. മഴയാണ്, പക്ഷേ എനിക്ക് ആ ഇല കണ്ടിക്കാൻ ട്യൂഷനെല്ലാം നോക്കി നടക്കണമല്ലോ, അതൊരു ബുദ്ധിമുട്ട്. ഞാൻ ഒരില കണ്ടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ കീറ് അങ്ങോട്ടിട്ടു. പിന്നെ പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടായിരുന്നേ, ആ പേപ്പറിൻ്റെ അകത്തോട്ട് ആ ഇലയുടെ ഒരു കഷ്ണം വെച്ചിട്ട് പൊതി കെട്ടുകയാണ്. പിന്നെ ബാക്കിയുള്ള ഇത് കൂട്ടാനൊക്കെ കെട്ടാൻ കൊച്ചു പീസ് പിന്നെ നമ്മുടെ വാഴയില വഴറ്റി അതിൻ്റെ അകത്താണ് കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. പുതിയതായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.